വരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. എന്താ പോയി കാട്ടണ്? കുനിയേ എന്താ കുനിയണ? എന്തിനാ നിങ്ങള് നേരെ എടുത്താ പോരെ? ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോ ഒന്ന് കുനിഞ്ഞതാ. കുനിയൽ പോ, അതിനകത്ത് തെറ്റായിട്ടല്ല പറഞ്ഞ് കുനിയാൻ പാടില്ല, തലർത്തി പിടിച്ചണക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ കുനിയാൻ പാടില്ല ഇപ്പൊ എങ്ങനെ പറയുന്നത്? കാരണം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിതാ പാറ, ഇതിനപ്പുറത്ത് കൂറ്റമ്പാറ ഉണ്ടല്ലേ, ഒന്നിലധികം കൂറ്റമ്പാറകൾ പറയുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്തു? നിബന്ധനകൾ പാലിച്ച് നിസ്കരിച്ചു. അതിൽ തന്നെ കുനിയൽ ഉണ്ടാകുന്നത് റുക്കുവാണെങ്കിലും സുജൂദാണെങ്കിലും അല്ലേ? അപ്പൊ അത് പുണ്യം കിട്ടുന്ന നാമല്ലേ? ചരിത്രത്തിൽ നേരെ ഇരിക്കുന്ന സ്ഥലമുണ്ട് കാസർഗോഡ്, കുണിയാണത്. ജനലക്ഷ്യങ്ങൾ സംഗമിക്കല്ലേ? അറഫ സംഗമത്തിന് ശേഷം വലിയൊരു സംഘം അവിടെ ജമാഅത്ത് നടക്കില്ലേ? ലക്ഷങ്ങൾ പുണ്യം കിട്ടുന്ന അമലല്ലേ അല്ലേ? നമുക്ക് അതിൽ പങ്കെടുക്കണ്ടേ? എന്തായാലും പങ്കെടുക്കണം. അന്തമാനിൽ നമ്മൾ പോകും. കാസർഗോഡ് അന്തമാന്റെ മണ്ണിൽ എത്ര ആളുകളെ ഇപ്പൊ തന്നെ 300 ആൾക്കാർ അൽഹംദുലില്ലാഹ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ കൂറ്റം പാറകൾ ഒരുപാടുണ്ടായിട്ടും തൊട്ടപ്പുറത്ത് ബംഗാൾ ഉൾക്കടൽ അതിന്റെ പ്രവൃത്തി മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? എത്ര കൂറ്റം പാറകൾ ഉണ്ടെങ്കിൽ കടൽ അതിന്റെ പണി എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും, തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 4 മുതൽ 8 വരെ എവിടെ വെച്ച്? കാസർഗോഡ് കുണിയൽ വെച്ചിട്ട് നിശാവിന് മുന്നിൽ കുനിഞ്ഞ ശിരസും സിസ്റ്ററുകൾക്ക് മുന്നിൽ കുനിയാത്ത ഉയർത്തിപ്പിടിച്ച ശിരസായിട്ട് ശിരസുമായി ഇൻഷാ ജനലക്ഷങ്ങളിൽ ഒരാളായി ഞാനുണ്ടാവും, ഞങ്ങളുണ്ടാകും. ജ്വലിക്കും ശംസത്തെ നൂറായി സമസ്ത തിളങ്ങുന്നേ. നൂറ്റാണ്ടിൻ